थैंक यू फ्रेंड्स। कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी। ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा। थैंक यू दोस्तों। രാത്രി മാധ്യമ വീഡിയോ പങ്കുവെച്ച് പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളോടും നന്ദി എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ വീഡിയോ സ്വീകരിച്ചതിന് വിദ്യാർത്ഥികളോട് നന്ദി രേഖപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധം കടുക്കുന്നതിനിടയിൽ സമൂഹ മാധ്യമത്തിൽ രാത്രിയിൽ ഇത്തരത്തിലൊരു വീഡിയോയുമായി എത്തിയതിന് കഴിഞ്ഞ ദിവസം തന്നെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടായിരുന്നു. CJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒക്കെ അടക്കം ഉണ്ടായിരുന്നു. നേരിട്ട് എത്തി പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് പകരം രാത്രിയിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെയാണോ ഇത്ര വലിയൊരു പ്രശ്നം രാജ്യത്ത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലാണോ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ടത് എന്നുള്ള വലിയ ചോദ്യം അവിടെ ഉയർത്തിയിരുന്നു. ആ വിമർശനങ്ങളും വിവാദങ്ങളും തുടരുന്നതിനിടയിലാണ് വീണ്ടും സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു വീഡിയോ പങ്കുവച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി വീണ്ടും ഒരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. YS അഭിനന്ദ് ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, വീണ്ടും മോദി രാത്രിയിൽ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. രാത്രിയിൽ വീഡിയോയുമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ, മന്ത്രാലയത്തിനെതിരെ, പ്രധാനമന്ത്രിക്കുമെതിരെ ഉയരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു വീഡിയോ അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചിരിക്കുന്നത്. താൻ ഇന്നലെ ഇട്ട വീഡിയോ അത് എല്ലാ വിദ്യാർത്ഥികളും കാണുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങേയറ്റം നന്ദിയുണ്ട്. താൻ പറഞ്ഞ ഓരോ വാക്യങ്ങളും കാര്യങ്ങളും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിനും കേട്ടതിനും നന്ദി എന്നും ഇപ്പോൾ പ്രധാനമന്ത്രി പറയുകയാണ്. ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ ജൻസി പ്രക്ഷോഭം എന്നൊക്കെ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ CJPയുടെ പ്രതിഷേധം പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വീഡിയോ തുടങ്ങുന്നത്. എല്ലാവരും കൃത്യമായി വീഡിയോ സന്ദേശങ്ങൾ കേട്ടു. അത് അങ്ങേറ്റം സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒപ്പം ഉണ്ട് ഞാൻ എന്നുകൂടി പറയുന്ന രീതിയിലൊരു വീഡിയോ സന്ദേശമാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെയും സമാനമായൊരു വീഡിയോ തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്ത് ആണ് ഈ സമൂഹ മാധ്യമങ്ങളടക്കം പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. തുടർച്ചയായി ഇന്നലെ അത് അർദ്ധരാത്രി 12 മണിക്കാണെങ്കിൽ ഇന്നിപ്പോൾ കൃത്യം 11 മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അത് എടുക്കുകയാണ്. ഇന്ന് കേന്ദ്രമന്ത്രിമാർ വിളിച്ച യോഗമുണ്ടായിരുന്നു. BJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പക്ഷേ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ തങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ CJPക്കുള്ളത്. ഇന്ന് CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ അടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും അങ്ങനെ തന്നെയാണ്. കാര്യം അങ്ങേയറ്റം മോശമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യമെമ്പാടും കടന്നു പോകുന്നത്. അതുകൊണ്ട് കേവലം ചില ഉപാധികൾ വെച്ചതുകൊണ്ട് മാത്രം തങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് ജന്തർ മന്ദറിന് സമീപത്തെ സ്ഥലത്താണ്. മന്ദറിൽ പ്രതിഷേധത്തിന് പിന്തുണ നൽകുന്നു. അതിനിടയിൽ തുടർച്ചയായ 2ാം ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോയുമായി എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. 2 മണിയോടുകൂടിയാണ് വീഡിയോ പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ 5 മിനിറ്റിന് ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിന് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ബുദ്ധിയുള്ള വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന നടപടിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് ശരിയായ ഒരു പ്രക്രിയ അല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പ്രധാനമന്ത്രി വീഡിയോ ഇട്ടതിന് പിന്നാലെ കമന്റുകൾ ധാരാളമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പ്രധാനമന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അടക്കം വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നിന്ന് വരുന്ന സാഹചര്യമാണ്. അത് നമുക്ക് കുറച്ചുകൂടി പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാക്കുകയും ചെയ്യും. പക്ഷേ കേന്ദ്ര സർക്കാർ നിലവിൽ ഈ ധർമ്മേന്ദ്ര പ്രധാനെ
മാറ്റുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള നീക്കവും എടുത്തിട്ടില്ല. അവർ പറയുന്നത് അവരുന്നയിച്ച ചില ആവശ്യങ്ങളുണ്ടായിരുന്നു. കൃത്യമായ നഷ്ടപരിഹാരം, നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച മൂലം ഉണ്ടായ ആത്മഹത്യ അത് കുടുംബങ്ങൾക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ പ്രതിഷേധക്കാർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള നിയമ നടപടികൾ, കേസുകളെല്ലാം പിൻവലിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ ഉപാധികൾ മാത്രം പോരാ എന്ന നിലപാടിൽ BJPയും പ്രതിഷേധക്കാരും തുടരുന്നു. ഇതിനിടയിൽ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ കർശന നിയന്ത്രണങ്ങൾ, കടുത്ത നടപടികൾ ദില്ലി പോലീസ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഡെലിവറി ഏജന്റുമാർക്കും ഒപ്പം തന്നെ ഈ ഓൺലൈൻ ടാക്സി അടക്കമുള്ള പ്രധാനപ്പെട്ട ആപ്പുകൾക്കൊക്കെ ഇപ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ തുടർച്ചയായ 2ാം ദിവസവും എത്തിയിരിക്കുന്നതാണ്. ഏറ്റവും വലിയ വിമർശനവും ആ വീഡിയോയ്ക്ക് പിന്നാലെ നരേന്ദ്രമോദി കേൾക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ഒരു തരത്തിലുള്ള പ്രതികരണവും നൽകിയിട്ടില്ല. മറ്റൊരു കാര്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറിച്ചിട്ടുമില്ല. ഇന്നലെയാണ് ആദ്യമായി അങ്ങനെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെങ്കിലും കാര്യം വ്യക്തമാക്കിയതും കർശന നടപടി സ്വീകരിക്കുമെന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത്. ഇപ്പോൾ അത് കേട്ടതിന് നന്ദി എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ സന്ദേശം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആര്യം. ഓക്കെ, YS അഭിനന്ദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ ഈ രാത്രിയിൽ വീണ്ടും ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഒരിക്കൽ കൂടി കാണാം. थैंक यू फ्रेंड्स. कल देर रात आपसे मिलने का मौका मिल गया. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा. थैंक यू दोस्तों.